പാലേക്കര ടോൾ പ്ലാസയിൽ പുതിയ വാഹനങ്ങൾക്കുള്ള സൗജന്യ പാസ് നിർത്തിയിട്ട് ഒരു വർഷം. ടോൾ ഇനത്തിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക തിരിച്ചുപിടിക്കുവാൻ ടോൾ പിരിവ് കാലാവധി നീട്ടാനുള്ള സമ്മർദ്ദതന്ത്രവുമായി കമ്പനി. ചിറ്റിശ്ശേരിയിൽ ഓട്ട് കമ്പനിയിൽ ഉത്തരേന്ത്യൻ യുവതി പ്രസവിച്ചു. കുഞ്ഞിന്റെ നില ഗുരുതരം. സംഭവം അന്വേഷിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഓട്ട് കമ്പനി ഉടമയുടെ അതിക്രമം. മാള ടൗൺ വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം രേഖകളിൽ മാത്രം ഇരുട്ടിൽ തപ്പി പൊതുമരാമത്ത് വകുപ്പ്. ആറാട്ടുപുഴ പൂരത്തിന് ബുധനാഴ്ച കൊടിയേറും. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ബുധനാഴ്ച. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലേക്കര ടോൾ പ്ലാസയിൽ പുതിയ വാഹനങ്ങൾക്കുള്ള സൗജന്യ പാസ് നിർത്തിയിട്ട് ഒരു വർഷം. ടോൾ ഇനത്തിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക തിരിച്ചുപിടിക്കുവാൻ ടോൾ പിരിവ് കാലാവധി നീട്ടാനുള്ള സമ്മർദ്ദതന്ത്രവുമായി കമ്പനി. ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് പുതിയ വാഹനങ്ങൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര നിർത്തലാക്കിയിട്ട് ഒരു വർഷമാകുന്നു. ടോൾ പ്ലാസ സെന്ററിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് സർക്കാർ നൽകിയിരുന്ന സൗജന്യ യാത്രയാണ് ഇല്ലാതായിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ വാഹന ഉടമകൾ 150 രൂപയ്ക്ക് പ്രതിമാസ ഫാസ്ടാഗ് വാങ്ങിയാണ് ഇപ്പോൾ ടോൾ പ്ലാസ കടക്കുന്നത്. എന്നാൽ നിലവിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ പാസ് പുതുക്കി നൽകുന്നത് ഈ മാസം പുനരാരംഭിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ ടോൾ പിരിവ് ആരംഭിച്ചപ്പോഴുണ്ടായ ജനകീയ പ്രതിഷേധങ്ങളെ സർക്കാർ ഒതുക്കിയത് പ്രാദേശിക വാഹനങ്ങൾക്ക് സൗജന്യം അനുവദിച്ചാണ്. അന്നത്തെ ഉത്തരവ് പ്രകാരം 2012 മുതൽ പ്രാദേശിക വാഹനങ്ങളുടെ ടോൾ തുക നൽകേണ്ടത് സർക്കാരാണ്. ഈ ഇനത്തിൽ വർഷങ്ങളുടെ കുടിശ്ശിക ടോൾ പിരിവ് ചുമതലയുള്ള GIPL കമ്പനിക്ക് സർക്കാർ നൽകാനുമുണ്ട്. കുടിശ്ശിക തീർക്കുന്നതിലോ പുതിയ വാഹനങ്ങളുടെ ടോൾ തുക സംബന്ധിച്ചോ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഏകീകൃത മാതൃകയിൽ ഫാസ്ടാഗ് സംവിധാനം കഴിഞ്ഞ ഏപ്രിലിൽ ഏർപ്പെടുത്തിയതാണ്. ഫാസ്ടാഗ് നിലവിൽ വരുമ്പോൾ പുതിയ വാഹനങ്ങളുടെ സൗജന്യ ടോൾ തുക എങ്ങനെ നൽകുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ ധാരണയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. നിലവിൽ സമീപ പ്രദേശത്തെ വാഹന ഉടമകൾ പണം കൊടുത്ത് ഫാസ്ടാഗ് വാങ്ങി യാത്ര ചെയ്യുന്നതിനാൽ തൽക്കാലം പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. പ്രാദേശിക വാഹനങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന് സർക്കാർ തയ്യാറാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പഠനമോ റിപ്പോർട്ടോ ആവശ്യപ്പെടുകയുണ്ടായിട്ടില്ല. ഇതുമൂലം തദ്ദേശീയരുടെ സൗജന്യ യാത്ര പഴയ സർക്കാർ ഉത്തരവായി അവശേഷിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പനിക്ക് കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കാത്ത പക്ഷം ടോൾ പിരിവ് കാലാവധി ഇനിയും ദീർഘിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കാനാണ് കമ്പനിയുടെ ശ്രമം. TCV പുതുക്കാട്. ചിറ്റിശ്ശേരിയിലെ ഓട്ട് കമ്പനിയിൽ ഉത്തരേന്ത്യൻ യുവതി പ്രസവിച്ചു. കുഞ്ഞിന്റെ നില ഗുരുതരം. സംഭവം അന്വേഷിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഓട്ട് കമ്പനി ഉടമയുടെ അതിക്രമം. പോലീസ് സുരക്ഷയിൽ യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഛത്തീസ്ഗഡ് സ്വദേശിനിയായ യുവതി ഓട്ട് കമ്പനിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ മാസം തികയും മുമ്പേ പ്രസവിച്ചത്. പൊക്കൽക്കൊടി യുവതി തന്നെ വേർപ്പെടുത്തുകയായിരുന്നു. ഉച്ചയോടെ സംഭവമറിഞ്ഞെത്തിയ നെന്മണിക്കര PHSC ആരോഗ്യവകുപ്പ് സംഘത്തിന് നേരെ കമ്പനി ഉടമ തട്ടിക്കയറുകയായിരുന്നു. യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകണമെന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇയാൾ നിരാകരിച്ചതോടെ തർക്കമായി. ഇതിനിടെ വനിതാ ഡോക്ടർക്ക് നേരെയും ജീവനക്കാർക്ക് നേരെയും അസഭ്യവർഷം നടത്തിയ ഇയാൾ ഇവരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതായും പറയുന്നു. ആശുപത്രിയിലേക്ക് യുവതിയെയും കുഞ്ഞിനെയും നിർബന്ധപൂർവ്വം മാറ്റാനുള്ള ശ്രമത്തിനിടെ ആരോഗ്യവകുപ്പിന്റെ ആംബുലൻസിന്റെ താക്കോൽ ഓട്ട് കമ്പനി ഉടമ ഊരിയെടുത്തു. യഥാസമയം തൊഴിലാളിക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ തൊഴിലുടമ വീഴ്ച വരുത്തിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് പുതുക്കാട് പോലീസ് എത്തിയാണ് യുവതിയെയും കുഞ്ഞിനെയും ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റിയത്. മതിയായ രേഖകൾ സമർപ്പിക്കാതെയാണ് യുവതിയെ ഓട്ട് കമ്പനിയിൽ താമസിപ്പിച്ചതെന്ന് നെന്മണിക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. 21-കാരിയായ യുവതി ജില്ലാ ആശുപത്രിയിലെ ലേബർ റൂമിലും കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിലും ചികിത്സയിൽ കഴിയുകയാണ്. TCV ന്യൂസ് പുതുക്കാട്. മാള ടൗൺ വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം രേഖകളിൽ മാത്രമെന്ന് ആക്ഷേപം. രേഖ പ്രകാരമുള്ള സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാതെ പൊതുമരാമത്ത് വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ്. മാള ടൗൺ വികസനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് നടപടി തുടങ്ങിയിട്ടും ഇപ്പോഴും സ്വന്തം സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് അധികൃതർ. പൊതുമരാമത്ത് വകുപ്പ് വില നൽകി വാങ്ങിയ സ്ഥലം വീണ്ടും കയ്യേറിയതായും പരാതികളുണ്ട്. അതുകൊണ്ടുതന്നെ മാള ടൗൺ വികസനമെന്ന വർഷങ്ങളായുള്ള സ്വപ്ന പദ്ധതി കടലാസിൽ ഒതുങ്ങുകയാണ്. മാള ടൗണിന്റെ വികസനത്തിനായി KSRTC ഡിപ്പോയുടെ പാലം മുതൽ
270 മീറ്റർ ദൂരത്തിലാണ് ടൗണിന്റെ വീതി കൂട്ടുവാനായി സ്ഥലം സർക്കാർ വില കൊടുത്ത് ഏറ്റെടുത്തത്. എന്നാൽ പല ഭാഗങ്ങളിലും സർക്കാർ വില കൊടുത്ത് ഏറ്റെടുത്തതെന്ന് പറയപ്പെടുന്ന സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇതുവരെയും വില കൊടുത്ത സ്ഥലം പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പിന് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയപ്പോൾ കെഎസ്ആർടിസി പാലത്തിന് സമീപം 20 മീറ്റർ വീതിയിലാണ് റോഡ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് 15 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുത്ത് അതിർത്തി കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത്. 5 മീറ്റർ റോഡിന് വീതി കുറവുള്ളതായി ഈ ഭാഗത്ത് കണ്ടെത്തി. 20 മീറ്റർ വിസ്തീർണത്തിനുള്ള പണം സ്ഥല ഉടമയ്ക്ക് കൊടുത്തിട്ടുള്ളതായി രേഖകളുണ്ട്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അതിർത്തികൾ തെറ്റായി സ്ഥാപിക്കുന്നതിന് കൂട്ടുനിന്നതായി ആരോപണമുയർന്നിട്ടുണ്ട്. വളവുകളിൽ 20 മീറ്റർ വരെ വീതിയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും ഈ വിസ്തീർണം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതായി കാണുന്നില്ല. റോഡിന്റെ അതിരുകൾ കൃത്യമായി നിശ്ചയിക്കാതെ കാന നിർമ്മാണം തുടങ്ങിയതുമൂലം പല സ്ഥലങ്ങളിലും 15 മീറ്റർ വീതി ലഭിക്കുന്നില്ല. മാള ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും പാതി വഴി എത്തും മുൻപേ നിശ്ചലമായിരിക്കുകയാണ്. കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നപ്പോൾ നിർത്തിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്തായാലും മാള ടൗൺ റോഡ് വികസനത്തിന് വില കൊടുത്തു വാങ്ങിയ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതും സൗന്ദര്യവൽക്കരണ പദ്ധതി നിശ്ചലമായതും വീണ്ടും ചർച്ചയാകുകയാണ്. TCV ന്യൂസ്, മാള. ആറാട്ടുപുഴ പൂരത്തിന് ബുധനാഴ്ച രാത്രി 8:30 കൊടിയേറും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്ര ഊരാളൻ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് കൊടിയേറ്റം നടക്കുക. ബുധനാഴ്ച വൈകിട്ട് ശാസ്താവിന് ദ്രവ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ ദേശക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലക്ഷണമൊത്ത കവുങ്ങ് മുറിക്കാൻ പോവുക. നാട്ടുകാർ ആർപ്പും കുരവയുമായി കൊണ്ടുവരുന്ന കവുങ്ങ് ചെത്തിമിനിക്കുകയാണ് കൊടിമരമാക്കുന്നത്. ശാസ്താവിന്റെ നിലപാട് തറയ്ക്ക് സമീപം മാടമ്പി വിളക്ക് തെളിയിച്ച് ദേവസ്വം അധികാരി നെൽപ്പറ നിറച്ചതിന് ശേഷമാണ് കവുങ്ങ് ചെത്തിമിനുക്കുക. ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും 7 സ്ഥാനങ്ങളിൽ ചാർത്തി കൊടിമരം അലങ്കരിക്കും. അലങ്കരിച്ച കൊടിമരം ദേശക്കാരാണ് ഉയർത്തുക. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളായ തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ഐങ്കുന്ന് എന്നീ ക്ഷേത്രങ്ങളിലെ മകീരം പുറപ്പാടും ബുധനാഴ്ച നടക്കും. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമിട്ട് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ബുധനാഴ്ച വൈകിട്ട് 2:30-ക്കും 3:30-ക്കും മധ്യേയുള്ള കർക്കിടകം രാശിയിലാണ് മകീരം പുറപ്പാട് നടക്കുക. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് തേവരുടെ പള്ളിയോടം നീറ്റിലിറങ്ങും. തുടർന്ന് അന്നദാനവും നടക്കും. വൈകിട്ട് രാശിവടിക്ക് ശേഷം ചേലൂർ, പുന്നപ്പള്ളി, ജ്ഞാനപ്പള്ളി ഇല്ലങ്ങളിൽ നിന്നുള്ള ക്ഷേത്രം ഊരായ്മക്കാർ കുളിച്ച് തേവരെ തൊഴുത് മണ്ഡപത്തിലിരിക്കും. മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകുന്നതോടെ തേവരെ തൃക്കോൽ ശാന്തി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെക്കും. ബ്രാഹ്മണിപ്പാട്ടും പറസമർപ്പണവും കഴിഞ്ഞാൽ തേവരെ 3 ആനകളോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ദേവസ്വം കൊമ്പൻ സീതാരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിക്കും. ഈ സമയം മകീരം പുറപ്പാട് അറിയിച്ച് 1501 കതിനാവെടികൾ മുഴങ്ങും. പറയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിലെ ആദ്യ ആറാട്ടിനായി തേവർ സേതുക്കുളത്തേക്ക് എഴുന്നള്ളും. ആറാട്ടിന് ശേഷം പാണ്ഡ്യമേളത്തോടെ തിരിച്ചെത്തുന്ന തേവരെ പൂജകൾക്ക് ശേഷം പാണികൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥ കിണറ്റിൻകരയിൽ തേവർ ചെമ്പിലാറാടും. വ്യാഴാഴ്ച രാവിലെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിൽ ആറാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. വൈകിട്ട് കാട്ടൂർ പൂരത്തിന് തേവർ യാത്രയാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ കാട്ടൂർ പൂരം, ബ്ലാഹിയിൽ കുളത്തിൽ ആറാട്ട്, കുറുക്കൻകുളം ആറാട്ട് എന്നീ ചടങ്ങുകൾ നടക്കും. ശനിയാഴ്ചയാണ് കിഴക്കേക്കരയിലെ അതിപ്രധാനമായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ്. രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയും കോതകുളം ആറാട്ടും കഴിഞ്ഞ് തേവർ പൈനൂർ പാടത്തെത്തി ചാലുകുത്തൽ നടത്തും. തുടർന്ന് രാമൻകുളം ആറാട്ടും സമുദായ മഠം പറയും സ്വീകരിച്ച തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഞായറാഴ്ച വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനായി പള്ളിയോടത്തിൽ പുഴ കടക്കും. തിങ്കളാഴ്ച ജ്ഞാനപ്പള്ളി, കുന്നത്തുമനപ്പറ, കുട്ടൻകുളത്തിൽ ഇറക്കിപ്പൂജയും ആറാട്ടും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന തേവർ വൈകിട്ട് തന്ത്രി ഇല്ലത്തേക്ക് സ്വർണ്ണക്കോലത്തിൽ പുറപ്പെടും. ആമലത്ത് പടിക്കൽ നിയമവെടിക്ക് ശേഷം തന്ത്രി ഇല്ലത്തെത്തുന്ന തേവർ പൂജയും ചെമ്പിലാറാട്ടും നടത്തും. തുടർന്ന് വൈറ്റിലാശ്ശേരി നിയമവടിയും ആവണങ്ങാട്ട് കളരിയിലെ പറ സ്വീകരിച്ച് മുരിയാംകുളങ്ങര ക്ഷേത്രത്തിലെ മീൻപിടുത്തവും കഴിഞ്ഞാണ് തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുക. ഈ മാസം 19 ചൊവ്വാഴ്ച നിയമവെടിക്ക് ശേഷം ആറാട്ടുപുഴ പൂരത്തിന് നായകത്വം വഹിക്കാൻ തേവർ എഴുന്നള്ളും. നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞാണ് തേവർ യാത്രയാകുക. കിഴക്കേ നടയിൽ തേവർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. വഴിമധ്യേ ചിറക്കൽ സെന്ററിലെ പന്തലിൽ ഇറക്കി എഴുന്നള്ളിക്കുന്ന തേവരുടെ കോലത്തിലെ മാല മാറ്റി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന താമരമാല ചാർത്തും.
ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തേവർ മകീര്യം പുറപ്പാടിന്റെ ചടങ്ങുകളോടെ ഉത്രം വിളക്കിനെഴുന്നള്ളും. സേതുകുളം ആറാട്ടിന് ശേഷം തിരിച്ചെത്തി വിളക്കാചാരം കഴിഞ്ഞ് തേവർ അകത്തേക്ക് എഴുന്നള്ളുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. TCV തൃപ്രയാർ. ഉത്സവത്തിനിടെ വാദ്യകലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഗുരുവായൂർ കാരക്കാട് പരേതനായ പുന്ന ശങ്കുരു മകൻ സത്യനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. പാലുവായ് കോതകുളങ്ങര താഴേക്കാവ് ഉത്സവത്തിൽ ചെണ്ട കൊട്ടുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിലെ ടാക്സി ഡ്രൈവറുമാണ്. ഇന്ത്യയിലെ നഗരസഭകളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷൻ സംഘടിപ്പിച്ച സ്വച്ഛ് സർവേക്ഷൺ 2019 മത്സരത്തിൽ സൗത്ത് സോൺ വിഭാഗത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭ എന്ന സ്ഥാനം ചാവക്കാടിന്. സൗത്ത് സോൺ വിഭാഗത്തിൽ സൗത്ത് ഇന്ത്യയിലെ 1118 നഗരങ്ങളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ സ്വച്ഛ് സർവേക്ഷൺ 2018 691 സ്ഥാനത്തായിരുന്ന ചാവക്കാട് നഗരസഭ ഇത്തവണ അത് 166 സ്ഥാനമാക്കിയതിനു പുറമെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും ചാവക്കാട് നഗരസഭ കരസ്ഥമാക്കി. ഈ നേട്ടം ചാവക്കാടിന് ഏറെ അഭിമാനം നൽകുന്നതും ചാവക്കാടിനെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി നഗരസഭ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതുമാണെന്ന് നഗരസഭാ ചെയർമാൻ NK അക്ബർ പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി ചാവക്കാട് നഗരസഭയെ തെരഞ്ഞെടുത്ത വിവരം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമാണ്. ചാവക്കാട് നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ, ശുചിത്വ സംസ്കരണത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ 3 തലങ്ങളിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ്. നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച നഗരസഭയിലെ കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, യുവജന സംഘടനകൾ, അങ്കണവാടി പ്രവർത്തകർ എന്നിവരെ അഭിനന്ദിക്കുന്നതായും സഹായ സഹകരണങ്ങൾ തുടരണമെന്നും ചെയർമാൻ പറഞ്ഞു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. 3 ദിനരാത്രങ്ങൾ നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തിരിക്കുതിരകളും കെട്ടുകുതിരകളും പെട്ടിക്കുതിരകളും ഫൈബർ കുതിരകളും ഉൾപ്പെടെ 16 കുതിരകൾ അണിനിരന്നു. കൽപ്പന കേട്ട് ക്ഷേത്രം വലം വെച്ച് തട്ടകത്തമ്മയുടെ ഉപചാരം ചൊല്ലി കുതിരകൾ ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് ചരിത്രപ്രസിദ്ധമായ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് സമാപനമായത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠൻ നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ആലത്ത് ബാലകൃഷ്ണൻ, സെക്രട്ടറി ശിവദാസൻ വടുതല, ജനറൽ കൺവീനർ സുധീഷ് കരുവാത്തോട്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജില്ലയായ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ ഇത്തവണത്തെ SSLC പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഇത്തവണ 96 സ്കൂളുകളിലെ 94 കേന്ദ്രങ്ങളിലായി 15,018 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 36 ഗവൺമെന്റ് സ്കൂളുകളും 46 എയ്ഡഡ് സ്കൂളുകളും 14 അൺഎയ്ഡഡ് സ്കൂളുകളും ഇതിൽ ഉൾപ്പെടും. 7,645 ആൺകുട്ടികളും 7,373 പെൺകുട്ടികളുമാണ് പരീക്ഷയ്ക്കിരിക്കുന്നത്. ചോദ്യപേപ്പറുകളെല്ലാം ചാവക്കാട്, കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി എന്നീ ട്രഷറികളിലും വടക്കാഞ്ചേരി, കുന്നംകുളം, തിരുവല്ലാമല എന്നീ സ്റ്റേറ്റ് ബാങ്കുകളിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ SSLC പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VV ശശിധരൻ പറഞ്ഞു. ചോദ്യപേപ്പറുകൾ രാവിലെ ട്രഷറികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് എത്തിക്കും. 11ഓടെ വിതരണം പൂർത്തീകരിക്കും. പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന മേഖലയായതിനാൽ ഇതിനെ മറികടക്കാനായി വൈഭവം 2018 എന്ന പേരിൽ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു. അർദ്ധവാർഷിക പരീക്ഷയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ വിവിധ കേന്ദ്രങ്ങളിലായി പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് പ്രത്യേക മോട്ടിവേഷൻ നൽകിയത്.
അതുകൊണ്ട് തന്നെ ഇത്തവണ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല 100% വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മോഡൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞെന്നും അതുകൊണ്ട് തന്നെ പൊതുപരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രളയം മൂലം നഷ്ടപ്പെട്ട അധ്യയന ദിനങ്ങൾ മറ്റു ദിവസങ്ങളിലായി പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ഇത്തവണ പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ചത്. TCV ന്യൂസ്, ചാവക്കാട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് രക്ഷ കിട്ടണമെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രാതിനിധ്യമുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് ഐഷ പോറ്റി MLA. സ്ത്രീപക്ഷം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി ശ്രീനാരായണപുരത്ത് സംഘടിപ്പിച്ച കയ്പമംഗലം മണ്ഡലം വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പൊതുസ്വത്ത് അതിസമ്പന്നർക്ക് അടിയറവ് വയ്ക്കുകയാണ് മോദി സർക്കാർ. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ നാട് ഇരുട്ടിലേക്ക് വീഴുമെന്നും ഐഷ പോറ്റി പറഞ്ഞു. മഞ്ജുള അരുണൻ അധ്യക്ഷത വഹിച്ചു. PK ചന്ദ്രശേഖരൻ, PK ഡേവിസ്, KV രാജേഷ്, ഷീജ ബാബു, TK രമേശ്, ബൈന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ചികിത്സാ സൗകര്യങ്ങളുമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാവുകയാണ് ഈ ആതുരാലയം. ജില്ലയിൽ കീമോതെറാപ്പി യൂണിറ്റുള്ള അപൂർവം ആശുപത്രികളിലൊന്ന്. ഡയാലിസിസ് സൗകര്യം, അതിസൂക്ഷ്മ രക്തപരിശോധനാ സംവിധാനമായ ഹെമറ്റോളജി അനലൈസർ, കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യം, വിപുലമായ ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങി നിരവധി സംവിധാനങ്ങളാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു കീമോതെറാപ്പി വാർഡാണ്. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി എടുക്കുന്നവർക്ക് ഇനി തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോകാതെ നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെയുള്ള അത് ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി. സെറിബ്രൽ പാൾസി പോലുള്ള അസുഖങ്ങൾ ബാധിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടിയുള്ള പ്രത്യേക ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, സ്പീച്ച് തെറാപ്പി ക്ലിനിക്ക് എന്നിവ സമീപ ഭാവിയിൽ തുടങ്ങാനിരിക്കെയാണ്. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പല സംവിധാനങ്ങളും സമീപ പ്രദേശങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ഇല്ലാത്തതാണ്. ഇതിനകം തന്നെ 100 കണക്കിന് ആളുകൾ ഇവിടുത്തെ സൗജന്യ ഡയാലിസിസ് സൗകര്യം വിനിയോഗിച്ചു കഴിഞ്ഞു. 4 കിടക്കുകളുള്ള കീമോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമാണ്. 25ഓളം കാൽമുട്ട് ശസ്ത്രക്രിയകൾ ഇതിനകം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ നടന്നുകഴിഞ്ഞു. കാൽമുട്ടിലെ ലിഗമെന്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഇവിടെ നടക്കുന്നുണ്ട്. ENT വിഭാഗത്തിൽ കീഹോൾ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. പരിമിതിക്കുള്ളിൽ നിന്ന് പുതിയ സാധ്യതകളിലേക്ക് ചുവടുവയ്ക്കുകയാണ് സാധാരണക്കാരന്റെ ആശ്രയമായ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കുപ്രസിദ്ധ മോഷ്ടാവ് പരുന്തു റോയി ഒല്ലൂർ പോലീസിന്റെ പിടിയിലായി. പുത്തൂർ വെട്ടുകാട് മലഞ്ചരക്ക് കടയിൽ നിന്ന് പട്ടാപകൽ 1 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ സ്വദേശി കുഴിക്കാട്ട് വീട്ടിൽ റോയിച്ചൻ എന്ന് വിളിക്കുന്ന പരുന്തു റോയിയെ ഒല്ലൂർ SI S സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പകൽ സമയങ്ങളിൽ ബൈക്കിൽ കറങ്ങി നടന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കിൽ നിന്നും പണവുമായി പോകുന്നവരെ ലക്ഷ്യമിട്ടാണ് ഇയാൾ കവർച്ച നടത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെട്ടുകാട് സെന്ററിലെ മലഞ്ചരക്ക് കടയിൽ നിന്ന് മാനേജർ പുറത്തേക്കിറങ്ങിയ സമയത്ത് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപ പ്രതി മോഷ്ടിക്കുകയായിരുന്നു. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അറസ്റ്റിലായ പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റഷീദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അലൻ ആന്റണി, വിനേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ഗുരുവായൂർ മണ്ഡലത്തിലെ 1ാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ചാവക്കാട് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ഗുരുവായൂർ പൂക്കോട് മേഖലയിലെ പര്യടനത്തിന് ശേഷമായിരുന്നു രാജാജി മാത്യു തോമസ് ചാവക്കാട്ടേക്ക് എത്തിയത്. പാലയൂർ ഫൊറോന ദേവാലയത്തിലെത്തിയ രാജാജി റെക്ടർ ഫാദർ വർഗീസ് കരിത്തേരിയെ സന്ദർശിച്ച് സഹകരണം അഭ്യർത്ഥിച്ചു. പാലയൂർ മഠം, മണത്തല പള്ളി, മമ്മിയൂർ LF സ്കൂൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഗുരുവായൂർ മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK സുധീരൻ, LDF കൺവീനർ സേതാലിക്കുട്ടി, CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ഗുരുവായൂരിൽ പര്യടനം നടത്തി. സാമുദായിക സംഘടനാ നേതാക്കളെയും സ്ഥാപന മേധാവികളെയും പൗരപ്രമുഖരെയുമാണ് ആദ്യഘട്ടത്തിൽ രാജാജി നേരിൽ കണ്ടത്. CPM ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തിയ പ്രാദേശിക നേതാക്കളോടൊപ്പം
ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് നാരായണ നമ്പൂതിരിയുടെ വസതിയിലുമെത്തി പര്യടനത്തിന് തുടക്കമിട്ടു. തുടർന്ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി, ഗുരുവായൂർ ടൗൺ ജുമാ മസ്ജിദ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂരിലെ ആസ്ഥാനം, LF കോളേജ്, കോട്ടപ്പടി, കാവീട് കത്തോലിക്ക പള്ളി എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് CK കുമാരന്റെ വസതിയിലെത്തി പത്നിയെയും നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരിയെയും സന്ദർശിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK സുധീരൻ, LDF കൺവീനർ PK സേതാലിക്കുട്ടി, CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അടുപ്പുട്ടിയിലെ നഗരസഭാ വാതക ശ്മശാനം പ്രവർത്തിപ്പിക്കുവാൻ പുതിയ ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യം. നിലവിലുള്ള ജീവനക്കാരന് അസുഖമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്മശാനം അടച്ചിട്ടതിനെ തുടർന്നാണ് കൗൺസിലർ ഷാജി ആലിക്കൽ വിഷയം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. BJP പാർലമെന്ററി പാർട്ടി നേതാവ് KK മുരളിയും ഇതേ ആവശ്യം ഉന്നയിച്ചു. ജീവനക്കാരില്ലാത്തതിനാൽ സംസ്കാരത്തിനെത്തുന്ന മൃതദേഹങ്ങൾ പലപ്പോഴും തിരിച്ചുവിടേണ്ട ഗതികേടാണ്. ഇതൊഴിവാക്കാൻ 4 ജീവനക്കാരെയെങ്കിലും ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിൽ പരിശീലനം നൽകണം എന്നായിരുന്നു ആവശ്യം. ജവഹർ സ്ക്വയർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കാതെ തുറന്നു കൊടുത്തത് നിയമവിരുദ്ധമാണെന്നും കോടികൾ മുടക്കി പണിത സ്റ്റേഡിയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാത്തത് അനാസ്ഥയാണെന്നും RMPയിലെ KS സോമൻ കുറ്റപ്പെടുത്തി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PM സുരേഷ്, KA അസീസ്, ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹ സൽക്കാരത്തിന് വന്നവരുടെ കാറിൽ നിന്നും വിലപിടിപ്പുള്ള ഫോണുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം വഴിയമ്പലത്ത് താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ ജിജോയാണ് പിടിയിലായത്. ചേർപ്പ് സ്വദേശികളായ കുടുംബം പെരിങ്ങോട്ടുകരയിലുള്ള ഒരു വിവാഹ മണ്ഡപത്തിലെത്തിയപ്പോൾ കാറിൽ വെച്ചിരുന്ന വില കൂടിയ ഐഫോണും 2 ആൻഡ്രോയിഡ് ഫോണും മോഷണം പോവുകയായിരുന്നു. തുടർന്ന് ഇവർ അന്തിക്കാട് സ്റ്റേഷനിൽ പരാതി നൽകി. SI മുഹമ്മദ് റാഫി, അന്തിക്കാട് SHO മുഹമ്മദ് ഹനീഫ്, SI സംഗീത് പുനത്തിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. വിവാഹ വീടുകളും കാറുകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്നാണ് പോലീസിന്റെ നിഗമനം. ജീവിതമാണ് കലയുടെ ജന്മഭാഷ എന്ന് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കാനായി. ജനിച്ച് 6-ാം മാസം മുതൽ കുട്ടികളിൽ കല വളരുന്നു. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കലയും വളർത്തണം. കുഞ്ഞു ഹൃദയങ്ങളിൽ കല വളർത്തിയാൽ സംസ്കാരം വളരുമെന്നും കുട്ടികളുടെ ചോദ്യത്തിനുത്തരമായി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. മലമ്പുഴ ഗാർഡനിൽ കാനായി നിർമ്മിച്ച യക്ഷി ശില്പത്തിന്റെ 50-ാം വാർഷികാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു കാനായി കുട്ടികളുമായി സംവാദത്തിനെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുന്നതിനിടെ പെരുവല്ലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചുമർ ചിത്രകലാകാരനുമായ M നളിൻ ബാബുവിനൊപ്പമാണ് കാനായി വിദ്യാലയത്തിലെത്തിയത്. ഹെഡ്മാസ്റ്റർ CT ജാൻസി കാനായി കുഞ്ഞിരാമനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. M നളിൻ ബാബു, മിനി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പ്രസിദ്ധമായ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിലെ മഹോത്സവം ബുധനാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പുലർച്ചെ 4-ന് പള്ളിയുണർത്തലിന് ശേഷം ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, കാഴ്ചശീവേലി, കലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക കർമ്മങ്ങൾ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ശങ്കരപുരം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം എഴുന്നള്ളിപ്പ് നടക്കും. വാദ്യമേളങ്ങളോടുകൂടി കാവടികൾ, പ്രാചീന കലാരൂപങ്ങൾ, ഗജവീരന്മാർ എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പ് ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35ഓളം ഗജവീരന്മാർ അണിനിരക്കും. മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറയിൽ അറവുശാല മാലിന്യം കനാൽ വെള്ളത്തിലേക്ക് തള്ളുന്നതായി പരാതി. കന്നുകാലികളുടെ രക്തം ഒഴുക്കിവിടുന്നതിനാൽ വെള്ളത്തിന്റെ നിറം മാറിയിരിക്കുകയാണെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി മാള പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. ഈ കനാലിലെ വെള്ളത്തിനോട് ചേർന്ന് നിരവധി കിണറുകളും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് BJP ആരോപിക്കുന്നു. BJP മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M അച്യുത് കുമാറാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. പ്രളയത്തിൽ തകർന്ന ചേനം മേഖലയിലെ കോൾ നിലങ്ങളിൽ നിന്ന് 100 മേനി വിളവുമായി നെൽകർഷകർ.
പ്രളയത്തിൽ തകർന്ന 550 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ വിളവെടുപ്പ് ഉത്സവത്തിന് കർഷകരോടൊപ്പം നാട്ടുകാരും പങ്കെടുത്തു. പ്രളയത്തിൽ ചേനം പാടശേഖരത്തിലെ പ്രധാന ബണ്ടുകൾ തകരുകയും കൃഷിയിടങ്ങളിൽ ചണ്ടിയും കുളവാഴയും എക്കൽ മണ്ണും വന്നടിഞ്ഞതിനെ തുടർന്ന് കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തിരുന്നു. അതിജീവനത്തിന്റെ ഭാഗമായി കർഷകരുടെ അതികഠിനമായ പ്രയത്നത്തിനൊടുവിലാണ് പാടശേഖരം കൃഷിയോഗ്യമാക്കിയത്. ഉപജീവന മാർഗമായ പാടശേഖരം പൂർവ്വസ്ഥിതിയിലെത്തിയ ആഹ്ലാദത്തിലാണ് കർഷകരും കർഷക തൊഴിലാളികളും. അതിനാൽ ഈ വർഷത്തെ കൊയ്ത്തുത്സവം നാടൻ പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയുമാണ് ചേനം ഗ്രാമവാസികൾ വരവേറ്റത്. സംസ്ഥാന കൃഷിവകുപ്പും പാടശേഖര കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ ഇടപെടൽ മൂലം ഈ വർഷത്തെ മുണ്ടകൻ കൃഷി വിളവെടുപ്പ് ദിവസങ്ങൾക്ക് മുന്നേ നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ചേനം ഗ്രാമവാസികൾ. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് ചേനം തരിശുപടവ് പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി പറയുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ പാടശേഖര സമിതി ഈ ഒരു സംവിധാനത്തിലേക്ക് ഈ ഒരു മാസത്തിലേക്ക് ഈ കൊയ്ത്തിനെ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചത്. അതിൽ കൃഷിക്കാരുടെയും മറ്റു ഓഫീസർമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം അതിൽ നമ്മൾക്ക് നേടിയെടുത്തത് കൊണ്ടാണ് ഇതൊരു വൻ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. ചേർപ്പ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് കൃഷി ഓഫീസർ G കവിത, പാടശേഖര കമ്മിറ്റി സെക്രട്ടറി KK ജലാലുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി VA രഞ്ജിത്ത്, പാടശേഖര ഉപദേശക സമിതി കൺവീനർ VS നജീബ്, അബ്ദുള്ള പൊക്കാലത്ത് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, ചേർപ്പ്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. പുന്നയിൽ SDPI പ്രവർത്തകനെ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. പുന്ന പോക്കാക്കിലത്ത് വീട്ടിൽ മുർഷിദിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 5-ന് പുന്ന സ്വദേശി തുവക്കാട്ട് വീട്ടിൽ നസീബിനെ മുർഷിദിന്റെ നേതൃത്വത്തിലെത്തിയ 5-അംഗ സംഘം മകന്റെ മുന്നിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് കയ്പമംഗലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ അഴീക്കോട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പ്രധാനപ്പെട്ട സെന്ററുകളിലെത്തി 5 വർഷം താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്നസെന്റ് ജനങ്ങളോട് വിവരിച്ചു. ഉച്ചയോടെ പെരിഞ്ഞനം, എടത്തിരുത്തി, കാളമുറി, ചന്ദ്രാപ്പിന്നി എന്നിവിടങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ET ടൈസൺ MLA, CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, ബൈന പ്രദീപ്, TV സുരേഷ്, ഷീന വിശ്വൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഗ്നിബാധ. 8 ഏക്കർ വരുന്ന 10മുഖം പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. നിരവധി വൃക്ഷങ്ങളും പാഴ്മരങ്ങളും കത്തി നശിച്ചു. വഴിയാത്രക്കാരാണ് തീ പടർന്നു പിടിക്കുന്നത് കണ്ടത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാർ തീയണച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നിർമ്മിച്ച മിനി ഷോപ്പിംഗ് കോംപ്ലക്സ് കാടുകയറി നശിക്കുന്നു. നഗരഹൃദയമായ ഢാണാവിൽ നിർമ്മിച്ച 2 നില കെട്ടിടമാണ് നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുന്നത്. ഢാണാവിലെ പട്ടികജാതി കോളനിക്ക് സമീപമാണ് 15 വർഷം മുമ്പ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. പട്ടികജാതി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് 2 നിലകളിലായി 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഇത്തരത്തിൽ 10ഓളം മുറികളും ഉണ്ടായിരുന്നു. വാണിജ്യ കേന്ദ്രമായ ഢാണാവിൽ പട്ടികജാതിക്കാർക്ക് കുറഞ്ഞ ചിലവിൽ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങുകയെന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ നിക്ഷിപ്ത താൽപര്യങ്ങൾ മൂലം കെട്ടിടം ആവശ്യക്കാർക്ക് നൽകാൻ ഭരണാധികാരികൾ തയ്യാറായില്ല എന്നാണ് ആരോപണം. കെട്ടിട നിർമ്മാണം പട്ടികജാതിക്കാരുടെ ഫണ്ട് വിനിയോഗിക്കാനുള്ള മാർഗം മാത്രമായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞതോടെ കെട്ടിടമിരിക്കുന്ന പ്രദേശം കാടുകയറി നശിച്ച നിലയിലാണ്. കാലപ്പഴക്കം മൂലം കെട്ടിടത്തിന് ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട്. ബെന്നി R പണിക്കരുടെ കരവിരുതിൽ TV തോമസിന്റെ പൂർണ്ണകായ പ്രതിമ മാള പുത്തൻചിറയിൽ ഒരുങ്ങുന്നു.
ആലപ്പുഴയിൽ ടി വി തോമസ് സ്മാരക ഹാളിന് മുന്നിൽ സ്ഥാപിക്കാനുള്ള പൂർണ്ണകായ പ്രതിമയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വെങ്കലം കൊണ്ടുള്ള 700ഓളം കിലോഗ്രാം തൂക്കം വരുന്ന 6.5 അടി ഉയരത്തിലുള്ളതാണ് പ്രതിമ. ഏകദേശം 15 ലക്ഷത്തോളം രൂപ വില വരുന്ന പ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, TJ ആഞ്ചലോസ്, TV സ്മാരക ട്രസ്റ്റ് ചെയർമാൻ T പുരുഷോത്തമൻ തുടങ്ങിയ നേതാക്കൾ ബെന്നിയാർ പണിക്കരുടെ പുത്തൻചിറയിലെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ എത്തിയിരുന്നു. ഈ മാസം അവസാനമാണ് ആലപ്പുഴയിലെ TV തോമസ് സ്മാരക ഹാളിന് മുന്നിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യുക. ഗുരുദേവന്റെ 1000-ലധികം ചെറുതും വലുതുമായ പ്രതിമകൾ നിർമ്മിച്ച് ഈ രംഗത്ത് ശ്രദ്ധേയനായ ബെന്നിയാർ പണിക്കർ നിരവധി ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗുരുദേവന്റെ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ചെയ്തിട്ടുണ്ട്, ബഹ്റിനിൽ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഗുരുദേവന്റെ പഞ്ചലോകത്തിന്റെ വിഗ്രഹങ്ങൾ നമ്മൾ തീർക്കാനായിട്ട് സ്ഥാപിക്കാനും ഒപ്പം അത് പ്രതിഷ്ഠിക്കാനും പൂജിക്കാനുമായിട്ടുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. വെള്ളി, പഞ്ചലോഹം, വെങ്കലം എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മാണം. നിർമ്മാണത്തിലേറെയും പൂർണ്ണകായ പ്രതിമകളായിരുന്നു. മുൻമന്ത്രി MK രാഘവൻ, ഡോക്ടർ പൽപ്പു തുടങ്ങിയവരുടെ പ്രതിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ഉത്തര ശിവഗിരിയായി അറിയപ്പെടുന്ന ഡൽഹി നോയിഡയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബെന്നിയാർ പണിക്കർ നിർമ്മിച്ച വിഗ്രഹമാണ്. അഹമ്മദാബാദ് ഗുരുദേവ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിക്കുക മാത്രമല്ല, പ്രതിഷ്ഠ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ ഗുരുദേവ ക്ഷേത്രം, കാനഡയിലെ ഗുരുവായൂർ മാതൃകയിലുള്ള ക്ഷേത്രം എന്നിവിടങ്ങളിലും വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കോട്ടയം കുറിച്ചിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ തീർത്ഥർ എടുത്തുവളർത്തിയ മുത്തച്ഛൻ കുമാരപ്പണിക്കരുടെ പാത പിന്തുടർന്നാണ് വേദമന്ത്രങ്ങൾ പഠിച്ചത്. കുട്ടനാട്ടിലെ പ്രധാന തന്ത്രികളിൽ ഒരാളായിരുന്നു കുമാരപ്പണിക്കർ. അച്ഛൻ രവീന്ദ്രനാഥ പണിക്കരും ശാന്തിക്കാരനായിരുന്നു. കുട്ടനാട് ശിവാനന്തപുരം ശാഖയിലെ കുടുംബാംഗമായ ബെന്നിയാർ പണിക്കർ 26 വർഷം മുൻപാണ് പുത്തൻചിറയിലെത്തിയത്. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുന്നതിനിടയിലാണ് പ്രതിമ നിർമ്മാണത്തിൽ ആകൃഷ്ടനായത്. അവിടെ പ്രതിമ നിർമ്മിച്ചിരുന്ന ശില്പി ആന്റണിയാണ് ബെന്നിയാർ പണിക്കരുടെ പ്രതിഭയെ തിരിച്ചറിഞ്ഞത്. ഗുരുദേവന്റെ പ്രതിമ നിർമ്മിച്ചു തുടക്കം കുറിച്ച കരവിരുതിലെ മാസ്മരിക സ്പർശം പ്രകടമാക്കിയ ബെന്നിയാർ പണിക്കർ അതൊരു ഗുരുദേവ കടാക്ഷമായാണ് കരുതിപ്പോരുന്നത്. TCV ന്യൂസ്, മാള. ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ കുറുമാലിക്കാവിലെ കുംഭഭരണി വേല മഹോത്സവത്തിന് സമാപനം. കാർത്തിക നാളിൽ 21 സമുദായക്കാരുടെ വേലക്കളി ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി അരങ്ങേറി. ഭരണി നാളിൽ തുടങ്ങിയ ആഘോഷങ്ങൾ കാർത്തിക നാളിലാണ് സമാപിച്ചത്. ക്ഷേത്രത്തിലെ ആഘോഷത്തിലെ പ്രധാന ചടങ്ങായ നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ് ഉൾപ്പെടെ നിരവധി കലാരൂപങ്ങളോടെയാണ് വിവിധ സമുദായക്കാരുടെ വേലവരവ് നടന്നത്. തെയ്യം, കാളകളി, മുടിയാട്ടം, രൂപക്കളങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയോടെയാണ് വേല മഹോത്സവം അരങ്ങേറിയത്. 100 കണക്കിന് വിശ്വാസികൾ വേലക്കളിയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തി. ഉച്ചയ്ക്ക് കന്നി വിതരണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായത്. കഥാകാരി സുമംഗലയ്ക്ക് സ്നേഹാദരമായി സമർപ്പിച്ച പുസ്തകം പ്രകാശനം ചെയ്തു. മണത്തല BALP സ്കൂളിൽ അധ്യാപകനായ റാഫി നീലങ്കാവിൽ പക്ഷാഘാതം വന്ന് വിശ്രമിക്കുന്ന കാലത്തെഴുതിയ അത്തള പിത്തള തവളാച്ചി എന്ന പുസ്തകമാണ് കഥാകാരിയോടുള്ള സ്നേഹസമ്മാനമായി സമർപ്പിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തത്. പാവറട്ടി സ്വദേശിയായ റാഫിയുടെ 3ാമത്തെ പുസ്തകമാണിത്. ഒളപ്പമണ്ണ ബാലസാഹിത്യ അവാർഡ് കരസ്ഥമാക്കിയ നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് 2, ഉമ്മിണി ഭല്യ മാഷ് എന്നിവയാണ് മറ്റ് 2 കൃതികൾ. കുട്ടികൾ ബാല്യത്തിലെ ഹൃദ്യസ്ഥമാക്കാൻ സച്ചിന്തകളാണ് കഥാരൂപത്തിൽ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് എഴുത്തുകാരനായ റാഫി നീലങ്കാവിൽ പറഞ്ഞു. പ്രകൃതി സംരക്ഷണം, അതുപോലെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയേണ്ട കുറേ നല്ല ചിന്തകൾ അത് കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അത്തള പിത്തള തവളാച്ചി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഷാജു പുതൂരിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. നിസ്സഹായമായ അവസ്ഥയിൽ എഴുത്തിന്റെ വഴിയിൽ ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിച്ച സുമംഗല തന്നെയാണ് പുസ്തകത്തിന്റെ അവതാരിക തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീലത വർമ്മ പുസ്തക പരിചയവും നടത്തി. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തെ തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ ചാവക്കാട് പൊന്നാനി ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പൊന്നാനി കോഴിക്കോട് ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ പാലപ്പെട്ടി പാലത്തിൽ നിന്ന് തിരിഞ്ഞ് പെരുമ്പടവ് പുത്തൻപള്ളി മമ്മിയൂർ വഴി പോകേണ്ടതാണ്. എറണാകുളം വാടാനപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചാവക്കാട് ടൗൺ മമ്മിയൂർ വഴി പൊന്നാനി കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് പോകണം. എടക്കഴിയൂർ തിരുവത്ര ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് മൂന്നാംകല്ല്, അഞ്ചങ്ങാടി, തൊട്ടാപ്പ്, ബ്ലാങ്ങാട്, ദ്വാരക വഴി തിരുവത്ര എടക്കഴിയൂർ റോഡിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്.
ശതാബ്ദി ആഘോഷിക്കുന്ന പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി മെഡിക്കൽ കോളേജ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുമായി സഹകരിച്ച് സ്തനാർബുദ രോഗ പരിശോധനയ്ക്കായി മാമോഗ്രാം ടെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ കൾച്ചറൽ സെന്ററിലാണ് ടെസ്റ്റ് നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ വി ബലറാം പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് CM സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തും. പാവറട്ടിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് CM സെബാസ്റ്റ്യൻ, PK ജോൺസൺ, കമാലുദ്ദീൻ തോപ്പിൽ, VJ വർഗീസ്, യോഗേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ എടക്കുന്നി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് ആഘോഷം മാർച്ച് 20 ബുധനാഴ്ച വൈകിട്ട് കൊടിയേറ്റവും നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടക്കുന്നി ഭഗവതി ആറാട്ടുപുഴ പൂരം എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചാരി മേളത്തോടു കൂടിയാണ് പങ്കെടുക്കുക. എടക്കുന്നി ഉത്രംവിളക്ക് എഴുന്നള്ളിപ്പിന് ചക്കംകുളം ശാസ്താവ്, ചിറ്റിച്ചാത്തക്കുടം ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, തൈക്കാട്ടുശ്ശേരി ഭഗവതി എന്നിവർ പങ്കെടുക്കും. വിളക്കിനോടനുബന്ധിച്ച് രാത്രി കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധമായ എടക്കുന്നി പഞ്ചാരി മേളം അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് E വേണുഗോപാലൻ, വൈസ് പ്രസിഡന്റ് ഗോപി കുറ്റാശ്ശേരി, VK വിശ്വംഭരൻ, G ഗിരിധരൻ, PK നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഉപജില്ല അക്കാദമിക് കൌൺസിൽ യാത്രയയപ്പ് സമ്മേളനം വടക്കാഞ്ചേരി BRCയിൽ നടന്നു. ഫോറം കൺവീനർ ഹെഡ്മിസ്ട്രസ് PK ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി TH അൻസാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MN ബർജിലാൽ, വടക്കാഞ്ചേരി BPO NC രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനമാണ് നടന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ കടിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ട്യൂഷൻ അധ്യാപകനെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ട്യൂഷനെത്തിയ വിദ്യാർത്ഥിയെ അധ്യാപകൻ കടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി. പരിക്കേറ്റ പൂവത്തൂർ സ്വദേശിയായ വിദ്യാർത്ഥി മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. പാവറട്ടി കെൻ അക്കാദമി ട്യൂഷൻ സെന്ററിലെ അധ്യാപകനെതിരെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാവറട്ടി പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകിയത്. എന്നാൽ വിദ്യാർത്ഥിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കടിച്ചു പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടില്ലെന്നും ട്യൂഷൻ അക്കാദമി അധികൃതർ വ്യക്തമാക്കി. ഏനാമാവ് കരിവന്തല ദേവി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി താഴത്തേക്കാവിൽ വേല നടന്നു. വിവിധ ദേശ കമ്മിറ്റികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കാളിവരവ്, കാളക്കളി, കുതിരവരവ്, പ്രാചീന കലാരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താഴേക്കാവിലെത്തി നിറഞ്ഞാടി. സ്ത്രീകളടക്കം നിരവധി ഭക്തജനങ്ങൾ വിശ്വാസ തീക്ഷ്ണതയോടെ താഴേക്കാവ് ഉത്സവത്തിൽ പങ്കെടുത്തു. കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞ കളരിക്കൽ സഞ്ജയന്റെ കുടുംബത്തിന് വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ സഹായഹസ്തം. സഞ്ജയന്റെ കുടുംബത്തിന് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ TM കുഞ്ഞിപ്പ 3 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. PA ബദറുദ്ദീൻ, ഒരുമ കുവൈറ്റ് പ്രതിനിധി ജലീൽ, പെൻകോ സൈഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി മങ്ങാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം അലങ്കോലപ്പെടുത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കാട്ടക്കാമ്പാൽ ചിറിയങ്കാട് നടുവിൽപ്പാട്ട് ശ്രീജിത്താണ് അറസ്റ്റിലായത്. ക്ഷേത്രോത്സവത്തിനിടെ ബഹളമുണ്ടാക്കിയ ശ്രീജിത്തിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 200 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി PK ലാൽജിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ടിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പിറകിലെ പ്രവർത്തനം നിർത്തിയ പാറമടയിലാണ് വാറ്റുകേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പുലർച്ചെയോടെയാണ് പോലീസ് സംഘം വാറ്റുകേന്ദ്രം വളഞ്ഞത്. ഈ സമയം ചാരായം വാറ്റിക്കൊണ്ടിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളിക്കുളങ്ങര സർക്കിൾ ഇൻസ്പെക്ടർ CV ലൈജുമോൻ, സബ് ഇൻസ്പെക്ടർ AS ഷിജു, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനിമോൻ തച്ചേത്ത്, ഷിജോ തോമസ്, വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ അജി, സനൽ, വരന്തരപ്പള്ളി സ്റ്റേഷനിലെ സീനിയർ CPO വിശ്വനാഥൻ, സീനിയർ CPO തോമസ്, CPO സുരേഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതിയ വാഹനങ്ങൾക്കുള്ള സൗജന്യ പാസ് നിർത്തിയിട്ട് 1 വർഷം. ടോൾ ഇനത്തിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക തിരിച്ചുപിടിക്കുവാൻ ടോൾ പിരിവ് കാലാവധി നീട്ടാനുള്ള സമ്മർദ്ദതന്ത്രവുമായി കമ്പനി.
ചിറ്റിശ്ശേരിയിലെ ഒട്ടുകമ്പനിയിൽ ഉത്തരേന്ത്യൻ യുവതി പ്രസവിച്ചു. കുഞ്ഞിന്റെ നില ഗുരുതരം. സംഭവം അന്വേഷിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഓട്ടുകമ്പനി ഉടമയുടെ അതിക്രമം. മാള ടൗൺ വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം രേഖകളിൽ മാത്രം. ഇരുട്ടിൽ തപ്പി പൊതുമരാമത്ത് വകുപ്പ്. ആറാട്ടുപുഴ പൂരത്തിന് ബുധനാഴ്ച കൊടിയേറും. തൃപ്രയാർ തേവരുടെ മക്കീര്യം പുറപ്പാട് ബുധനാഴ്ച. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.